ഈശോയ്ക്ക് നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 43-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭാഗത്ത് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് 1-ാം വാല്യത്തിൽ 30-ാം അധ്യായത്തിൽ പറയുന്ന ഇടയന്മാരുടെ ഉണ്ണീശോയെ ആരാധിക്കുന്ന ആ സുന്ദരമായ അവസരത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ആ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഈശോയെ, ഉണ്ണീശോയെ, ആ തിരുകുടുംബത്തെ ആദ്യമായിട്ട് കാണുന്നത് ആ ഇടയന്മാർ തന്നെയാണ്. അവർക്കാണ് അതിന് കൃപ ലഭിച്ചത്. ഉണ്ണി ജനിച്ച ആ ദിവസം തന്നെ അവർക്ക് കാണുവാൻ അവസരം നൽകി. അതുപോലെ ഈശോ പറയുന്നുണ്ട്, ഞാൻ ആദ്യം കണ്ട മുഖങ്ങൾ നിങ്ങളുടെ തന്നെയാണ്, ഞാൻ അവസാനം കാണുന്ന മുഖങ്ങളും നിങ്ങളുടെ തന്നെ ആയിരിക്കും. ആ ഇടയനായ ഇസാക്കിനോടോ മറ്റോ പറഞ്ഞ ഒരു ഓർമ്മയാണ്. ആ ഇടയന്മാര് അവർ വിശ്വാസത്തിന് വേണ്ടി എന്തുമാത്രം ത്യാഗം അനുഭവിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത ഉടനീളം വായിക്കുമ്പോഴറിയാം. ഈശോ ഏറ്റവും സ്നേഹിച്ചതും ഈ ഇടയന്മാരെ തന്നെയാണ്. ആ തിരുകുടുംബത്തിലെ എപ്പോഴും മഹത്വം കൊടുത്ത ഒരു കൂട്ടരും ഇടയന്മാർ തന്നെയാണ്. അവർക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല. അവരുടെ ആ ജീവിതത്തിൽ അവരാണ് ആദ്യം ഈശോ പിറന്നത് ലോകത്തിന് സന്ദേശമായി കൊടുക്കുന്നത്. പക്ഷേ അത് അവർക്ക് തന്നെ വലിയ വിനയായി മാറുകയാണ്. കാരണം ഹെറോദസിൻ്റെ ആ പ്രതികാര മനോഭാവം ബെത്ലഹേമിലുണ്ടായിരുന്ന 2000-ഓളം ശിശുക്കളെ കൊന്നത് മാത്രമല്ല, ഇവർക്ക്, ഈ ഇടയർക്ക്, അവർക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ്. അവരവിടുന്ന് ചിതറിപ്പോവുകയാണ്. അവരുടെ ആ വിശ്വാസം ആ സമയത്ത് പോലും അവർ ത്യജിക്കുന്നില്ല. ഇതൊരു വലിയൊരു അനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ്. ആ വിശ്വാസത്തിന് വേണ്ടി അവർ ത്യാഗമനുഷ്ഠിക്കുക. 30 വർഷത്തോളം ഈശോ എവിടെയാണെന്ന് പോലും അറിയത്തില്ലെങ്കിലും അവരുടെ ഹൃദയത്തിൽ ആ വിശ്വാസത്തിൻ്റെ കനല് ആ വലിയ സഹനത്തിൻ്റെ അവസരത്തിൽ പോലും അവർ കെടാതെ സൂക്ഷിച്ചു. ഈശോ പരിശുദ്ധ കന്യാമറിയവുമെല്ലാം അവരെ അതുപോലെ ആദരിക്കുന്നുണ്ട്. അത് ഇനിയുള്ള എപ്പിസോഡുകളിലൊക്കെ നമുക്ക് സമയമനുസരിച്ച് അതിനെക്കുറിച്ച് പരാമർശിക്കാം. ഒരുപക്ഷെ ശിഷ്യന്മാരെക്കാളും കൂടുതൽ ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ വ്യക്തികളാണ് ഈ ഇടയരെ. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മരിയ വാൾത്തോർത്തായുടെ ഒരു ചിന്തയും കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഈ 30-ാമത്തെ അധ്യായത്തിൽ തന്നെ മരിയ വാൾത്തോർത്ത പറയുന്നുണ്ട്, ഈശോ എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ അവളുടെ ആത്മീയ പിതാവ് ചോദിക്കുകയാണ്, നിനക്ക് ഈ ദർശനങ്ങളെല്ലാം തന്നു, പിന്നെ നീ ഈശോ എനിക്ക് വേണ്ടി വന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ മരിയ വാൾത്തോർത്ത തൻ്റെ കഴിവിനനുസരിച്ച് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കേൾക്കുന്നതൊന്ന്, കാണുന്നതൊന്ന്, ഇത് രണ്ടും അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമാണ്. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുമ്പോൾ അനുഭവമായിട്ട് തീരുന്നു. ഇതിലും ഉപരിയായി നമ്മൾ കാണുന്നത്, അതിൽ ഞാനും പങ്കാകുകയാണ്.
ഈശോ എനിക്ക് വേണ്ടി വരുന്നു. ഈശോയെ ഞാൻ എൻ്റെ അടുത്തിരുന്ന് കാണുന്നു. ഈശോയെ ഞാൻ സ്പർശിക്കുന്നു. ഈശോയെ അനുഭവിക്കുന്നു. ഈശോയുടെ കണ്ണിലേക്ക് ഞാൻ നോക്കുന്നു. ആ കണ്ണിലെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഞാൻ ദർശിക്കുന്നു. ഇതൊക്കെ ഏറ്റവും വ്യക്തിപരമാണ്. മരിയ വാൾത്തോർത്ത അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവളൊരു ഉദാഹരണത്തിൽ കൂടി അത് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ഞാനൊരു ബുക്ക് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൃശ്യം കാണുമ്പോൾ, അതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും. പക്ഷെ അവിടെ ഞാൻ പലരിൽ ഒരാൾ മാത്രമാണ്. അപ്പോഴേ ഞാൻ ചിന്തിക്കാം, അവരിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുന്ദരമായിരുന്നു. പക്ഷെ അവരിൽ ഒരാളായിട്ട് മാത്രം മാറുന്ന, ഈശോ എന്നെ ചാരി നിർത്തുന്ന, എന്നോടടുത്ത് നിൽക്കുന്ന, എൻ്റെ ചെവിയിൽ പറയുന്ന, എന്നോട് വ്യക്തിപരമായി പറയുന്ന ആ അനുഭവം, അതാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മരിയ വാൾത്തോർത്ത തൻ്റെ തന്നെ അനുഭവം, അത് അവൾ പറയുന്നത് എനിക്കതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അതെൻ്റെ അന്തരാത്മാവിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ ചലനം എന്നെ പുതിയൊരു വ്യക്തിയായി മാറ്റുന്നുണ്ട്. ആ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ട മകളും ഈശോയുടെ എല്ലാമായി തീരുകയാണ്. ഈശോയുടെ മനോഭാവം ക്രമേണ എൻ്റെ മനോഭാവമായി മാറുകയാണ്. ഞാൻ ഈശോയെ പുറത്തുള്ള ഒരാളായിട്ടല്ല, ഈശോ എൻ്റേതും ഞാൻ ഈശോയുടേതും ആ വിഭജിക്കാൻ മേലാത്ത ഒന്നായിട്ട് നമ്മൾ കാണുന്നു. ഈ മനോഭാവമാണ് ഇന്നത്തെ ഈ പരമ്പരയുടെ ഭാഗത്ത് ആ ഇടയരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മരിയ വാൾത്തോർത്ത അവളുടെ തന്നെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടന്ന ആ കനലിനെ, ആ ചിന്തയെ. അപ്പോൾ നമുക്കും ചിന്തിക്കാവുന്ന ഇത് തന്നെയാണ്. ഈശോ സകല ജനത്തിനും വേണ്ടി വന്നു. ആ സകല ജനത്തിനും വേണ്ടി എന്നുള്ള ആ കാടടച്ചുള്ള ചിന്തയിൽ നിന്ന് എനിക്ക് വേണ്ടി വന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറുവാൻ ഒരുപക്ഷെ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കും.